എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നേക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ ഈ ഇരിക്കുന്നത് പോലെ ബജാജ് ഫ്രീഡം 125 ആണ്. ഒരു യൂണീക്ക് ആയിട്ടൊരു വണ്ടി. കാരണം ഇതിന് കോമ്പറ്റീഷനായിട്ട് നിലവിൽ ഇന്ത്യയിൽ ഒരു വാഹനവും ഇല്ലെന്ന് പറയാൻ പറ്റും. ഒരു 120cc കാറ്റഗറി പെടുന്ന ബൈക്ക് ആണെങ്കിൽ പോലും ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു CNG ബൈക്കാണ്. വേൾഡിൽ തന്നെ ഫസ്റ്റ് CNG ബൈക്ക് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ CNG ബൈക്കാണ് നമ്മുടെ കൺമുന്നിൽ ഇരിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇത് നമുക്ക് 2 ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു 2 കിലോയുടെ CNG ടാങ്കും വരുന്നുണ്ട്. അതുപോലെ 2 ലിറ്ററിന്റെ ഒരു പെട്രോൾ ടാങ്കും വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ. ബജാജ് ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇത് ഒറ്റനോട്ടത്തിൽ ഒരു കുഞ്ഞൻ ബൈക്കാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും അത്യാവശ്യം ഒരു വലിയ ബൈക്ക് തന്നെയാണ്. സീറ്റ് ഹൈറ്റ് ഒക്കെ അത്യാവശ്യം ഉള്ളൊരു ബൈക്കാണ്. ഒരു 149 കിലോയും വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു 2 kg വരുന്ന CNG ടാങ്ക് ഉൾപ്പെടെ വരുമ്പോൾ. പിന്നെ ഡിസൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നമ്മളിലിരിക്കുന്നത് ഒരു ബ്ലൂ കളർ വണ്ടിയാണ്. പിന്നെ നമുക്ക് റെഡ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കളർ വേരിയന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഒരു DRLും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഹാലജനാണ്. ഈ കാണുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബോഡി കളറിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു മൽഗാടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂവും ഒരു ഗ്രേയും ഫിനിഷിൽ വരുന്നവരും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഒരു അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ പോലും ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ വണ്ടിയാണ് തോന്നുമെങ്കിലും നമുക്കിതിൽ കയറിയിരിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇത് അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്. ഒരു ഹെവി വെയിറ്റ് ഉള്ളൊരു വണ്ടി തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിന്റെ ആ ഒരു ഷോക്കിൽ, അതായത് നമുക്ക് ടെലിസ്കോപ്പിക് ഷോക്കും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കിട്ടുന്നത്. ബാക്കിലായിട്ട് നമുക്ക് മോണോ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷന്റെ ഫ്രണ്ട് ട്രാവലർ വരുന്ന ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ഫ്രീഡം എന്ന് എഴുതിയേക്കുന്ന ഒരു ബാഡ്ജ്. നമുക്കൊരു ഇന്ത്യൻ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ആ റെപ്രസെന്റേഷന് വേണ്ടി ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഫ്രീഡം എന്ന് എഴുതിയേക്കുന്ന ഒരു 3D നമ്മളെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഇതിന്റെ ഒരു ഷോക്കിന് ട്രാവലും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വളരെ നൈസായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഡിസൈൻ്റെ എലമെന്റ് ഭാഗമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു എയർ വെന്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ഫീലാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. നമുക്ക് ബാക്കിൽ ചേസിനൊക്കെ വരുന്ന പോലെ തന്നെയുള്ള ഒരു സെറ്റപ്പ് ഇതിന്റെ ഫ്രണ്ടിൽ കൊടുക്കുക. അതൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതിന്റെ ഒരു വലിയൊരു സീറ്റും കാര്യങ്ങളൊക്കെ, ഒരു സിംഗിൾ സീറ്റ്. അത് വളരെ നീളം കൂടിയ ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്ര നീളം കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഇതിനടിയിലാണ് ആ ഒരു 2 കിലോയുടെ ഒരു CNG ടാങ്കും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര നീളം കാര്യങ്ങളൊക്കെ വരാൻ കാരണം. പിന്നെ നമുക്ക് ഇതിലൊരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് കാണുന്നുണ്ട്. ഒരു ഗ്രിപ്പി ഫീൽ ആയിട്ടുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോടാണ് ഇതിനൊരു ടാങ്കും കാര്യങ്ങളെല്ലാം വരുന്നത്. അതായത് പെട്രോൾ ടാങ്ക് ആയാലും CNG ആയാലും ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാവുന്നതാണ്. ഈ ഒരു സെറ്റപ്പ് ഇവിടെ CNG ഫില്ല് ചെയ്യാനും ഇവിടാണ് നമുക്ക് 2 ലിറ്ററിന്റെ ഒരു പെട്രോൾ ടാങ്കും TVS പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു ഫൈബറിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. ഇഗ്നിഷൻ ഈ പറയുന്ന പോലെ സെയിം സെറ്റപ്പിനാണ് ബജാജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ടാങ്കിലായിട്ട് ഫ്രീഡം എന്ന് എഴുതിയേക്കുന്ന ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബജാജിന്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിൽ നമുക്ക് മറ്റേ ഫൈബറും കൂടിയാണ് കിട്ടുന്നത്. ഫൈബർ കോട്ടിംഗ് ആണ് നമുക്ക് വെളിയിൽ വരുന്നത്. ഈ ഒരു ഗ്രേ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ നേരെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു എഞ്ചിൻ ഈ ഒരു സൈഡിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു CNG, അതായത് നമുക്ക് CNGയുടെ ടാങ്ക് ഇതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ് ഒരു എഞ്ചിൻ ഈ ഒരു സെറ്റപ്പിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് CNGയുടെ ആ ഒരു വേരിയേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയുള്ള ആ ഒരു സെറ്റപ്പും ഇതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കവർ ചെയ്ത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ്റെ എലമെന്റ് വളരെ നൈസായിട്ട് തന്നെ ബജാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ വയറും കാര്യങ്ങളൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈ CNGയുടെ ടാങ്ക് കണക്ട് ചെയ്യുന്ന സെറ്റപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് എഞ്ചിനടിയിൽ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫൈബറും മെറ്റലും ചേർന്ന് വരുന്ന രീതിയിലാണ് ആ ഒരു സെറ്റപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പെഡലും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. റബ്ബറി ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കിക്കറും വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. പിന്നെ സൈലൻസർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ സൈലൻസർ, ഒരു 120cc കാറ്റഗറിയിൽ വരുന്ന സൈലൻസറിൻ്റെ അതേ വലിപ്പം കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഫുഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഷോക്ക് മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നോർമലി നമുക്ക് കാണുന്ന പോലെ അല്ല കൊടുത്തിരിക്കുന്നത്. ചേസിന് താഴെയായിട്ടാണ് ആ ഒരു കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് CNGയുടെ ഒരു ടാങ്ക് നമുക്ക് ഇവിടെ സീറ്റിൻ്റെ മേൽ വരുന്നതുകൊണ്ടാണ് ആ ഒരു സെറ്റപ്പിലും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു നൈസായിട്ടുള്ള വലിയൊരു ഷോക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്.
സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് NG04 എന്ന രീതിയിൽ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് നമുക്ക് NG04 എന്ന രീതിയിൽ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാക്കിൽ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഗ്രാബ് റെയിൽ നോക്കിയാലും നൈസായിട്ടൊരു ഗ്രാബ് റെയിൽ, ബോഡി കളറോട് ചേർന്നാണ് ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാലും LED വരുന്നില്ല, ഹാലോജൻ ബൾബ് തന്നെയാണ് വരുന്നത്. പിന്നെ ടെയിൽ സെക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അത് LED തന്നെയാണ് വരുന്നത്. അത് നമുക്ക് അത് ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിയൊരു ടയർ ഹഗ്ഗർ നമുക്ക് കാണാവുന്നതാണ്. അതൊക്കെ വളരെ നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് CNG എഴുതിയിരിക്കുന്ന ആ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. കാണാനൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മീറ്ററിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വണ്ടിയിൽ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB ചാർജ് പോർട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ നൈസായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. സ്വിച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് പാസ്സായിട്ട് വരുന്നുണ്ട്. പിന്നെ പെട്രോളും CNG നമ്മൾ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചും ഈ ഒരു സൈഡിൽ കൊടുത്തേക്കുന്നു. പിന്നെ നമുക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടി വരുന്ന മോഡലിൽ കോളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഫോണിൻ്റെ സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് സെൽഫിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്വിച്ചിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. CNG വണ്ടി ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് പെട്രോളും CNG സ്വിച്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഹാൻഡിൽ ബാറിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു ഭാഗങ്ങൾ കാണാവുന്നതാണ്. അത് ഈ വണ്ടിയുടെ ബാലൻസിങ് കാര്യങ്ങളൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ നമുക്ക് നോക്കിയാൽ CNG വണ്ടിയാണ്, ഒരു യൂണിക് വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പലതരം ക്രാഷ് ടെസ്റ്റുകളും ബജാജ് ഇതിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ എത്രത്തോളം ഇതിന് വരുന്നുണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ള സകലമാന ടെസ്റ്റും CNGയിൽ ഇവർ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് നിലവിൽ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു CNG ടാങ്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണാം. നമുക്ക് ഈ സീറ്റ് ഓപ്പൺ ചെയ്യാൻ ബാക്കിലാണ് എൻ്റെ ഇത് വരുന്നത്. തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആവുന്നതാണ്. ഈ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു CNG ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. 2 കിലോയുടെ ഒരു CNG ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോലെയാണ് എൻ്റെ സെറ്റപ്പ്. പിന്നെ അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡായിട്ട് ബാറ്ററിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ടാങ്ക് ഇവിടെ വന്നുകൊണ്ടാണ് ഇത്രയും നീളം കൂടിയ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം ഈ ബജാജ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ സേഫ്റ്റിയുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി നിലവിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, കാരണം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ്. അത്രയും സേഫ്റ്റിയുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അവർ ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാണ് നമ്മുടെ ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 125cc എഞ്ചിനാണ് ഞാൻ പറഞ്ഞു. CNG വിത്ത് പെട്രോളാണ് നമുക്ക് ഇതിന് അടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം 2 ഇതിൽ ഫ്യൂലൂടെ വരുമ്പോഴത്തേന് ഏകദേശം 330 കിലോമീറ്ററാണ് നമുക്ക് ഈ കമ്പനി ഇതിലുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നത്. CNGയിൽ ഏകദേശം 2 കിലോയുടെ CNG നമുക്ക് അടിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് 2 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ് കിട്ടുന്നത്. നമുക്കിതിനൊരു മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ 91.5 കിലോമീറ്ററും കാര്യങ്ങളൊക്കെ മൈലേജ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നുണ്ട് ഒരു സിംഗിൾ സെറ്റപ്പിന്. പിന്നെ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു വെയിറ്റ് കൂടിയ വണ്ടിയാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു കുഞ്ഞൻ വണ്ടിയാണ് തോന്നിയാലും 149 കിലോ ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ 9.3 BSP അറ്റ് 8000 RPM ഈ ഒരു വണ്ടിക്ക് മാക്സിമം പവറും കാര്യങ്ങളൊക്കെ ബജാജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 9.7 Nm അറ്റ് 6000 RPM ഇതിൻ്റെ ഒരു ടോർക്കും സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ ബജാജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാനൊക്കെ ക്യൂട്ടായിട്ടൊരു വണ്ടി. നിങ്ങൾക്കൊരു യൂണീക്ക് വണ്ടി വേണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മൾ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും CNG പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നേരത്തെ വെച്ചേക്കണം. കാരണം ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് 2 ലിറ്ററിൻ്റെ ഒരു പെട്രോളിൻ്റെ ടാങ്കാണ് വരുന്നത്. CNG തീർന്നു കഴിഞ്ഞാൽ 2 ലിറ്റർ പെട്രോൾ അടിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത CNG സെറ്റപ്പ് ഉള്ളതിനും വരെ നമുക്ക് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ഒരു ആടിൻ്റെയൊക്കെ സെറ്റപ്പ്, ഒരു ഗ്രാഫിക്സ്, ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് എന്തുകൊണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാരണം ഇതൊരു CNG വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം നമുക്ക് എമിഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഗിയർ ബോക്സ് ഒക്കെ നോക്കിയാലും ഒരു യൂണിവേഴ്സൽ ടൈപ്പ് ഗിയർ സിസ്റ്റമാണ് വരുന്നെങ്കിൽ പോലും ഒരു 150cc വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പ്, അതായത് ബാക്കിലും ഫ്രണ്ടിലും പെഡൽ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിന് ഭാഗമായിട്ട് സൈഡ് സ്റ്റാൻഡിൽ ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ റിവ്യൂ എന്നൊക്കെ പറയുന്നത്.
അപ്പം ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് പത്തനംതിട്ടയുള്ള റോയൽ ബജാജ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനുള്ളെങ്കിൽ അതിനുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പം ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.